അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാൽ അപ്പ അവർ കൊണ്ടുവന്നു കൊടുക്കും. തബൂക്കിലേക്കുള്ള യുദ്ധത്തെക്കുറിച്ച്, സൈന്യത്തെക്കുറിച്ച് പറഞ്ഞതാ. ഈ സൈന്യത്തെ ആര് ഒരുക്കിയോ സ്വർഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെട്ടെന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ബിർ റൂമ മുസ്ലിങ്ങൾക്ക് വാങ്ങി കുടിക്കാൻ വേണ്ടി ഫ്രീ ആക്കി കൊടുത്താൽ സ്വർഗമുണ്ട്. ദാ സ്വഹാബത്ത് പൈസക്ക് വേണ്ടി ഓടുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു റസൂലേ. എന്ത്? പ്രവാചകൻ ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അത് സ്വീകരിക്കുന്നത്, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ ഒഴിവാക്കുന്നത്, അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സഹോദരന്മാരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംഗതിയും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ കൽപ്പനകളെ പിൻപറ്റലാണ്. അതിനൊരു പ്രത്യേകമായ ഒരു മാസം വരേണ്ടതില്ല. 24 മണിക്കൂറും വേണം. വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും വേണം. രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇതാ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നമ്മൾ സുബൈക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ആ ദുആ ചൊല്ലി നിങ്ങൾ എഴുന്നേറ്റാൽ പ്രവാചകനെ സ്നേഹിച്ചു. അതിന് ഉസ്താദ് വേണ്ട, അതിന് പണച്ചെലവില്ല, അതിന് എവിടെയും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് റോഡ് ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല, അതിന് നടന്ന് തിന്നേണ്ട ആവശ്യമില്ല, ഒരു തെറ്റും ചെയ്യണ്ട. കിടപ്പറയിൽ നിന്ന് കിടന്നുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. എൻ്റെ സുന്നത്തിനെ നിങ്ങൾ സ്നേഹിക്കുക, പിൻപറ്റുക. അതല്ലേ റസൂൽ പഠിപ്പിച്ചത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുവോ നിങ്ങൾ എന്നെ പിൻപറ്റുക, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. പിൻപറ്റലാണ് സ്നേഹം. എണീറ്റു കിടപ്പറയിൽ നിന്ന്, പിന്നെയോ നേരെ പോവുക പള്ളിയിലേക്ക്. നമ്മൾ അല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേ കാല് ധരിച്ചു, അത് സ്നേഹമാണ്, കൂലി കിട്ടി. പള്ളിയിലേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പ്രവാചകനെ സ്നേഹിച്ചു. اللهم اجعل في قلبي نورا وفي لساني نورا وفي سمعي نورا وفي بصري نورا وعن يميني نورا وعن يساري نورا. സുദീർഘമായ ദുആയാണ്. റബ്ബേ ഖൽബിൽ നൂറ് നൽകണേ, കണ്ണിന് നൂറ് നൽകണേ, കാതിന് നൂറ് നൽകണേ, ഇടത്തും വലത്തും മുകളിലും താഴെയും പ്രകാശം നൽകണേ അല്ലാ. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുആയാണ്. അത് ചൊല്ലിയാൽ പ്രവാചകനെ സ്നേഹിച്ചു. അതിന് റബീഉൽ അവ്വൽ 12 വരണോ? അതിന് ഉസ്താദ് വേണോ? അതിന് മുമ്പിൽ ബാനർ വേണോ? അതിന് ദഫ്മുട്ട് വേണോ? അതിന് ചാടിക്കളി വേണോ? ഒന്നും വേണ്ട. അതെല്ലാം പുത്തനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും പിഴച്ചതാണ്. ആ ബിദ്അത്ത് ചെയ്യുന്ന പുത്തൻവാദികളാകരുത് നമ്മൾ പഴയവാദത്തിന്റെ ആളുകളാകണം. ആരാ പുത്തൻവാദി? പുതിയതുണ്ടായത് ചെയ്യുന്നവൻ, പുതിയത് ചെയ്യണമെന്ന് പറയുന്നവൻ. നമ്മൾ പുത്തൻവാദികളാകരുത്, നമ്മൾ പഴയവാദത്തിന്റെ ആളുകളാകണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടോ അത് നമ്മൾ ചെയ്യണം. പ്രവാചകനെ സ്നേഹിക്കാൻ കൊല്ലം തികയേണ്ട ആവശ്യമില്ല, റബീഉൽ അവ്വലിന്റെ ആവശ്യമില്ല, അത് 12ന്റെ ആവശ്യമില്ല. എന്നും വേണം, എല്ലാ ദിവസവും വേണം. പള്ളിയിലേക്ക് എത്തി ആദ്യം വലതുകാൽ വെച്ച് കയറുകയാണ്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക അഊദു ബില്ലാഹിൽ അലീം ബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഇതൊന്നും ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ടാവൂല, പഠിപ്പിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു കാര്യമൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾ ചൊല്ലിയോണ്ട് അവർക്കൊരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ മൗലൂദ് ഓതിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമേ പറയുള്ളൂ. പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കൂല, പഠിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂല. അത് ഇത് മാത്രമല്ല, ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഖബറിങ്ങ പോകുമ്പോൾ ഉസ്താദ് വേണം, ഒരു 500ന്റെ നോട്ട് കൊടുക്കണം, ഉസ്താദിനെ കൊണ്ട് ദ്വയർപ്പിക്കണം. അങ്ങനെയല്ലേ? എന്നാൽ അവിടെ ചൊല്ലേണ്ട ദ്വ എന്താ നമുക്കറിയില്ല. വാപ്പ മരിച്ചു കിടക്കുമ്പോൾ ഉസ്താദ് അവിടെ വരണം, ഉസ്താദ് ഒന്ന് ദ്വയർക്കണം, ഉസ്താദ് ഒന്ന് യാസീൻ ഓതണം, എന്നിട്ടൊരു പാർസൽ സർവീസ് അവിടെ നടത്തണം. എന്നാൽ വാപ്പാന്റെ മയ്യിത്ത് കാണുമ്പോൾ അല്ലാഹുമ്മ മഗ്ഫിർ ലി ഹാദൽ മയ്യിത്തി വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖലിഫഹു ഫി അഖബിഹി മിനൽ ഗാബിരീൻ വഗ്ഫിർ ലഹു വലനാ യാ റബ്ബൽ ആലമീൻ. ആ ദുആ ചൊല്ലാൻ നമുക്കറിയില്ല. അങ്ങനെ ദുആ ഉണ്ട്. ഉസ്താദ് പഠിപ്പിച്ചോ? പഠിപ്പിച്ചിട്ടില്ല. ഓൽക്ക് ഫത്വ പറക്കാനേ അറിയുള്ളൂ, ഇത് കേൾക്കരുത്. പക്ഷെ ആ കാലം കഴിഞ്ഞു ഉസ്താദുമാരെ, ആ കാലം കഴിഞ്ഞു പോയി. കേൾക്കരുത്, കാണരുത്, മിണ്ടരുത്, അതൊക്കെ പണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ആളുകൾ രാത്രി വീടുകളിൽ മലർന്നു കിടന്ന് മൊബൈൽ കൊണ്ട് ഇത് കേൾക്കും. അള്ളാന്റെ ദീനാണ് ഈ പറയുന്നത്. സ്വന്തം വാചക കസർത്തുകളല്ല, ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ വചനങ്ങളുമാണ്. കേൾക്കും അവര്. അല്ലാഹ് ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.